ഭർത്താവ് കോപപ്പെടുമ്പോൾ ശബ്ദമുയർന്നുകാണ്ട് നിരാശയോടെ സമ്മർദ്ദത്തെയോടെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് നിശബ്ദമായിരിക്കുക. ഭയത്തിൽ നിന്നുള്ള നിശബ്ദതയല്ല, ജ്ഞാനത്തിൽ നിന്നുള്ള നിശബ്ദത. കാരണം ആ നിമിഷത്തിൽ അവൻ നിങ്ങളെ കേൾക്കുന്നില്ല. അവന്റെ ചിന്തകൾ നിറഞ്ഞിരിക്കുന്നു, അവന്റെ വികാരങ്ങൾ നിറഞ്ഞൊഴുകുന്നു. നിങ്ങൾ ചേർക്കുന്ന ഓരോ വാക്കും തീക്ക് ഇന്ധനമാകുന്നു. നിങ്ങൾ വിളിച്ചാൽ അവൻ കൂടുതൽ വിളിക്കും. അവൻ കോപിച്ചാൽ നിങ്ങൾ തിരിച്ചും കോപിക്കും. അപ്പോൾ വിഷയം അതിനേക്കാൾ വലിയ പ്രശ്നമാകുന്നു. അതിനു പകരം അവനുള്ളിലെ സമ്മർദ്ദം പുറത്തുവിടട്ടെ. അവൻ ശാന്തനാകട്ടെ, ശ്വാസമെടുക്കട്ടെ, സമാധാനിക്കട്ടെ. ആ നിമിഷത്തെ സമാധാനത്തോടെ ഏറ്റുവാങ്ങുക. അതാണ് മാനസിക ബുദ്ധി. അത് ദൗർബല്യമല്ല. ആ നിമിഷത്തിൽ നിങ്ങളുടെ നർമ്മമായ പ്രതികരണം നിങ്ങളുടെ സ്ത്രീ സൗന്ദര്യവും വീട്ടിലെ സമാധാനവും സംരക്ഷിക്കുന്നു. പിന്നീട് അവൻ ശാന്തനായപ്പോൾ കാറ്റും പോയി. അവന്റെ ഹൃദയം സോഫ്റ്റായപ്പോൾ അപ്പോഴാണ് നിങ്ങൾ ഇരുവരും ഇരുന്ന് സംസാരിക്കേണ്ടത്. നീ മുൻപ് പറഞ്ഞത് എന്നെ വേദനിപ്പിച്ചു. അതെനിക്ക് ഇരിക്കെ തോന്നിച്ചു. ഇതിലാണ് ഞാൻ തെറ്റിയത്. അവൻ തെറ്റിയിരിക്കുകയാണെങ്കിൽ അത് സമ്മതിക്കും. നിങ്ങൾ ശരിയാണെങ്കിൽ നീതി നിങ്ങളെ എത്തും. അവൻ ശരിയാണെങ്കിൽ അവന്റെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് മനസ്സിലാക്കും. അങ്ങനെയാണ് പ്രായപൂർത്തിയായ ദാമ്പതികൾ വളരുന്നത്. അങ്ങനെയാണ് സ്നേഹം ജയിക്കുന്നത്.